സങ്കടപ്പെടണ്ട, നമ്മളെല്ലാരും സഹായിക്കും. അമ്മയുടെ വേഗം മാറുമ്പോ എനിക്ക് പഴയ പോലെ ജീവിക്കാൻ സാധിക്കമ്മ. ഞങ്ങളമ്മ എല്ലാരും സഹായിക്കണം. ഞങ്ങളമ്മ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ. വേറെ ആരുമില്ല, വേറെ ആരും. എല്ലാരും സഹായിക്കണം. എന്റെ അമ്മേനെ സഹായിക്കണം. ഞങ്ങളുടെ അമ്മ മരണത്തിന് വിട്ടുകൊടുക്കരുത്. എന്റെ മക്കളെ ഓർത്ത് എല്ലാവരും സഹായിക്കണം. എന്റെ മക്കൾക്ക് ഞാനല്ലാണ്ട് വേറെ ആരുമില്ല. എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. എന്റെ മക്കൾക്ക് ഞാൻ അമ്മയായിട്ടുണ്ടാകണം. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എന്നെ കൈവിടല്ലേ. ഒന്നും ഉണ്ടാവില്ല മോളെ, ഒന്നും. ഈ പൊന്നെ മോള് വിതുമ്പിക്കൊണ്ട് പറയുന്നത് കേട്ടോ, എന്റെ അമ്മയെ നിങ്ങൾക്ക് തിരിച്ചു തരണേ. ഈ മക്കള് കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു തരാൻ നിങ്ങളൊന്ന് സഹായിക്കണേ. ഈ സങ്കടവാക്കുകള്, ഈ ഒരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെ പോകരുത്. ഒന്നും ഉണ്ടാവില്ല മോളെ കേട്ടാ. അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാണാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ മക്കളുടെ സങ്കടം, ഈ മക്കളുടെ വേദന കേൾക്കാൻ സാധിക്കുന്നില്ല. അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ മക്കള് പറയുന്ന വാക്കുകൾ കേൾക്കാൻ സാധിക്കുന്നില്ല. അവസാന പ്രതീക്ഷയാണ് ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ. അമ്മ എല്ലാവരും സഹായിക്കും. നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നു, കൈവിടല്ലേ. ആരും കൈവിടല്ലേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ സഹായിക്കും. ഇങ്ങനെ സങ്കടപ്പെടല്ലേ മക്കൾ. ഈ പൊന്നു മോള് കരഞ്ഞ് തളർന്ന് എന്റെ ഷോളറിൽ കിടന്നിട്ടുള്ളത്. ഈ പൊന്നു മോളടക്കം ഈ മക്കൾ 3 പേരും ചോദിക്കുന്നത് ഞങ്ങളുടെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ ഏട്ടാ, ഞങ്ങളുടെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സഹായം നൽകണേ ഏട്ടാ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ പൊന്നു മക്കളുടെ അമ്മയുടെയും സങ്കടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ 3 പെൺമക്കളുടെ അമ്മയെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കാർത്തികാപുരം എന്ന് പറയുന്ന പ്രദേശത്ത് അനു എന്ന് പറയുന്ന 40 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിക്ക് വയറ്റിൽ ക്യാൻസർ പിടിപെട്ട് അതീവ ഗുരുതരമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെച്ചാൽ മാത്രമേ ഈ സഹോദരിയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ മജ്ജ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഓരോ നിമിഷം വൈകുന്നോറും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറി വന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി മജ്ജ മാറ്റിവെച്ചില്ലെങ്കിൽ ഈ സഹോദരിയുടെ ജീവൻ തന്നെ നിലച്ചു പോകാനുള്ള സാധ്യതയേറെയാണെന്നാണ് മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപ വളരെ എമർജൻസിയായി കണ്ടെത്തിയാൽ മാത്രമേ ഈ സഹോദരിയുടെ ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സർജറി, തുടർ ചികിത്സകൾ ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. സെൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഈ ഒരു സഹോദരിക്ക് വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതൊരു നിമിഷം വൈകിക്കൂടാ. ഓരോ നിമിഷം വൈകുന്നോറും മരണത്തെ മുഖാമുഖം കണ്ട് വളരെ പ്രയാസത്തിൽ അതീവ ദയനീയമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ മക്കള് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. ഈ മക്കള് വളരെ വേദനയോടുകൂടി ചോദിക്കുന്നത് ഞങ്ങളുടെ അമ്മയെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സഹായം നൽകുമോ? എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണം. ഞങ്ങളുടെ കൈവിടല്ലേ. അനുവിന്റെ ഭർത്താവ് ശ്രീനിവാസന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും വളരെ പെട്ടെന്ന് എമർജൻസിയായി എത്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കണം. കരയണ്ടേ, കരയണ്ടോ, കരയണ്ടട്ടാ, സങ്കടപ്പെടാതിരിക്കും.